പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതിന് വാക്യമുണ്ട്. അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ എത്ര ബലമുള്ളതാണെങ്കിലും, നമ്മൾ എത്ര ശക്തനായ മനുഷ്യനാണെങ്കിലും, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ബലമില്ലാതെ ആയിപ്പോയാൽ, നമ്മൾ ക്ഷീണിച്ചിരുന്നാൽ, നമ്മൾക്ക് ശക്തിയില്ലെങ്കിൽ, പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാനിടയാകും. നമ്മൾ മാനസികമായി തളരും. നമ്മുടെ മനസ്സ് തളർന്നാൽ നമ്മുടെ ശരീരം തളരും. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് നിക്ഷേപം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ഈ അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങളാകുന്ന നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നിട്ടുണ്ട്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നമുക്കവിടെ കാണാൻ കഴിയും. എല്ലാവരും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആൾ മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ബലഹീനതകൾ മാറും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുന്ന കർത്താവിൻ്റെ ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കപ്പൽ യാത്രക്കിടയിൽ ഈശാനമുള്ളടിച്ചിട്ടും കുടിയകാറ്റടിച്ചിട്ടും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചിട്ടും താൻ ആത്മാവിനോട് ബലപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സേവിച്ചു നിൽക്കുന്നതിനും എൻ്റെ ഉടയവനുമായ കർത്താവിൻ്റെ ദൂതൻ എന്നോട് ഇന്നലെ സംസാരിച്ചു. കപ്പലിനല്ലാതെ നമ്മൾ ആർക്കും ഒരു ദോഷവും വരികയില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് സംസാരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ചില സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യനും ലോകത്തിലൊറ്റ കാര്യങ്ങൾക്ക് നമ്മെ സമാധാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സ്വസ്ഥത വരുത്തും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് പറയുന്നു, ഞാൻ പോകുന്നെങ്കിലും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. കർത്താവിൻ്റെ ആത്മാവിനെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാര്യസ്ഥനായി നമ്മെ വഴി നടത്തുവാൻ, നമുക്ക് മുൻപോട്ട് പോകുന്ന പാതകൾ നമുക്ക് ആത്മാവിലെല്ലാം ജയിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നയിച്ചു പോകുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ച് നമ്മെ ശക്തീകരിക്കും. ഇതിലെ അപ്പാതിരിസനിലേക്കടികൾ കടന്നു വരുന്നത് കർത്താവിൻ്റെ ആത്മാവിനാൽ കർത്താവ് ഈ ജനത്തെ എല്ലാം നിങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുൻപോട്ട് പോകേണ്ട വഴികളെ ജനത്തിന് കർത്താവ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനവും സ്വസ്ഥതയും കർത്താവ് ഈ ജനത്തിന്മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആളുകളെ തലമുറകളെ അനുഗ്രഹിക്കണമേ. കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവ് സ്വസ്ഥതയും സമാധാനവും നൽകണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിർപ്പിച്ചവന്റെ ശക്തി, ആ പുനരുദ്ധാനത്തിന് ജീവൻ ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തിൽ വ്യാപരിച്ച് കർത്താവ് അങ്ങയുടെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുന്ന കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ ജനത്തിന് മേൽ പകർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ.